ശ്രീ പദ്ധതി വന്നപ്പോൾ ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലൊന്ന് രാജസ്ഥാനാണ്. അന്ന് അവിടെ അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രി. അതിനുശേഷം ഇപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഒക്കെ ഇതേ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനെ എതിർക്കാൻ പറ്റില്ല. അവരുടെ ചില സംഘടനകളൊക്കെ KSU മറ്റും സമരത്തിന് വന്നപ്പോൾ അത്ഭുതമാണ്. കാരണം സ്വന്തം സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയിട്ട് ഇവിടെ അവരെന്തിനാണ് ഇത്തരത്തില് വരുന്നത് നമുക്കറിയില്ല. ലീഗ് ആണെങ്കിലും അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു പദ്ധതിയിൽ കേന്ദ്രം കൊണ്ടുവന്നിരുന്ന ഒരു പദ്ധതിയിൽ ഒപ്പിടണമോ വേണ്ടയോ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഭരണത്തിലിരിക്കുന്ന മുന്നണിക്കും കക്ഷിക്കുമൊക്കെയാണ്. അപ്പൊ അവർ തീരുമാനിക്കും. ആ വകുപ്പിനാണ് അതിനുള്ള അവകാശമുള്ള വകുപ്പ് മന്ത്രി തീരുമാനിക്കും, അല്ലെ മുഖ്യമന്ത്രി തീരുമാനിക്കും. അവിടെ ഇടപെടാൻ ഇവർക്കാർക്കും അധികാരം. പക്ഷെ എനിക്ക് തോന്നിയൊരു സംഗതി, ഇത് അനാവശ്യമായൊരു വിവാദ പ്രശ്നമാക്കി കൊണ്ടുവരുന്നതിൽ CPIക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ മന്ത്രി പറയുന്ന സമയത്തും അത് ചർച്ച ചെയ്ത് പരിഹാരത്തിലേക്ക് പോകുന്നതിന് പകരം പരസ്യപ്പെടുന്ന മുഖ്യമന്ത്രി പ്രതികാരം നടത്തിയിട്ടില്ല. ഈ ചർച്ചയ്ക്ക് ശേഷം അത് സമവായത്തിലേക്ക് എത്തിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. ഞങ്ങൾ ചർച്ച ചെയ്തു, സമവായത്തിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാം. പക്ഷെ ബിനോയ് വിശ്വം തന്നെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും ആഘോഷിക്കാൻ വേണ്ട ഒരു ആയുധം നൽകുന്ന രീതിയിലേക്ക് CPI പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.